എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഇവിടെ അതായത് പത്തനംതിട്ട ജില്ലയിലെ ഒളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ ഇന്ന് സപ്താഹം 4-ാം ദിവസമാണ്. ഞാൻ 2 ദിവസവും സപ്താഹത്തിന് അവിടെ ഞാൻ പോയി കഴിച്ചിട്ട് ഒരു ചെറിയ പാത്രത്തിൽ, അതായത് ചെറിയ പേപ്പർ പ്ലേറ്റ് പോലുള്ള പാത്രമുണ്ട്, അതിനകത്ത് എൻ്റെ മൂക്കും മേടിച്ചുകൊണ്ട് വരുമായിരുന്നു. 2 ദിവസവും വിളമ്പുന്ന ആൾക്കാരൊന്നും പറയാതെ എനിക്ക് തരുമായിരുന്നു. ഒരു തരത്തില്ല എന്നുള്ള ഒരു വാക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. പക്ഷേ ഇന്നലെ ഞാൻ പോയില്ല. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയി. വലിയ തിരക്കൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള തിരക്കേ ഉള്ളായിരുന്നു. ഞാൻ അമ്പലത്തിൽ നിന്ന് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ആ ചെറിയ പാത്രത്തിൽ നിന്ന് ഇതുപോലൊരു പാത്രം കൊണ്ടാണ് ഞാൻ പോയത്. അതായത് ഒരാൾക്ക് ഇതിനകത്ത് ചോറ് കൊള്ളത്തുള്ളൂ, അല്ലാതെ വലിയ പാത്രമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എൻ്റെ മോൾക്ക് വേണ്ടി അവൾക്ക് എഴുന്നേക്കാൻ വന്നേണ്ട, ഇതാ എൻ്റെ മോള്, ഈ കുഞ്ഞിന് വേണ്ടി ഇച്ചിരി ചോറ് ഞാൻ കൊണ്ട് കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പം ആ വിളമ്പിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ, അവരല്ലേലും അങ്ങനെ പലരും അവിടെ നിന്ന് ഞാനത് പറഞ്ഞ സമയത്ത് എല്ലാവരും എതിർപ്പാണ് പറഞ്ഞത്. അവരെന്നോട് തരാൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു ഒരു തവി ചോറ് മതി, അല്ല കൂടുതലൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ കൊണ്ടുപോയി ചുമ്മാ ഇരിക്കുന്ന ആൾക്ക് കൊടുക്കാനല്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, അവർക്കും അറിയാവുന്ന കാര്യം ഇവിടെ ഒരു മോളുണ്ട്, അത് വയ്യാത്തന്നെല്ലാം അറിയും. ഉടനെ അവർ പറയാം തരത്തില്ല, അമ്പലത്തിനകത്തുനിന്ന് കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചോറ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ മാത്രമല്ല, അവിടെ ഈ നാടോടി സ്ത്രീ പോലെ 2 പേര് വന്നിട്ട് അവർ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ഉള്ള ആളുണ്ട്, അവർക്ക് കൊടുക്കാനാന്ന് പറഞ്ഞ് അവർ ഇലയെല്ലാം കൂടി എടുത്ത് ഇടയ്ക്ക് ചുരുട്ടി ഇച്ചിരി ചോറ് താന്നും പറഞ്ഞ് ചെന്നപ്പോൾ പറയുക നിങ്ങൾക്ക് തരത്തില്ല ചോറ്. അവർ കഴിക്കുന്ന ഭക്ഷണ സാധനമാണ് ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോവുക. കഴിഞ്ഞ ദിവസം ഇന്നലെ ആണെങ്കിൽ ഒരു ഓട്ടോക്കാരൻ പറഞ്ഞു കേട്ടു, അവർ കഴിക്കാൻ വന്നപ്പോൾ 2 മണിയായപ്പോഴത്തേക്ക് ചോറെല്ലാം തീർന്നു. എല്ലാവരും വാരി കെട്ടി അവരവരുടെ ആൾക്കാർ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോവുക, അല്ലാതെ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ വെച്ചേക്കുക. അല്ലാതെ ഈ വരുന്നവർക്കൊന്നും ഒരു തവി ചോറ് ഈ കൊച്ചിന് കൊടുത്തെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ എന്തെങ്കിലും പറ്റിപ്പോവോ? എനിക്കും അത്രയും ആൾക്കാരുടെ മുന്നേ വെച്ച് തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം വന്ന് ഞാൻ നിന്ന് കരഞ്ഞു പോയി. കാരണം എൻ്റെ കുഞ്ഞിന് കൊണ്ടുപോകാൻ വേണ്ടി പാത്രം കൊണ്ട് പോയതല്ലേ. അപ്പോൾ പിന്നെ അമ്പലത്തിലെ ഒരു ചേട്ടൻ എടുത്തുകൊണ്ട് എനിക്ക് തന്നു, കുഴപ്പമില്ല ഞാൻ തരാമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് തന്നു. ഞാൻ തന്നത് ഞാൻ പിന്നെ തിരിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങളിത് വീട്ടിൽ കൊണ്ടുപോയി അങ്ങ് തിന്നു, എനിക്ക് വേണ്ട, ഈ തരത്തില്ലെന്ന് ഇത്രയും മുന്നേ വെച്ച് പറഞ്ഞിട്ട് ഇനി ഞാനത് മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ക്രൂരത കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെ അമ്പലത്തിൽ എന്തിനു വിളമ്പാൻ നിർത്തൂ? ഒരു മനുഷ്യർക്കും ഇഷ്ടമില്ല സ്ത്രീയെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ ആൾക്കാരോടും ഇതുപോലെ എൻ്റെ സ്വന്തം അമ്പലം, ഞാൻ കഴിഞ്ഞേ ഉള്ളൂ, ഞാനില്ലെങ്കിൽ അമ്പലം നടക്കത്തില്ല എന്നൊരു രീതിയിൽ അവർ പ്രതികരിക്കുന്ന എല്ലാവരോടും. ഈ ഒരു കൊച്ചിനൊരു ചോറ് തന്നില്ല, പിന്നെ അവർ ദൈവത്തെ വിളിച്ചിട്ട് എന്തോ കാര്യമുള്ളത്? ഈ അമ്പലത്തിൽ സപ്താഹം നടത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? കൃഷ്ണൻ അവിടെ നിന്ന് എപ്പോഴേ ഇറങ്ങി ഓടിപ്പോയി കാണും. ഇപ്പം കൃഷ്ണനൊന്നും അവിടെ കാണത്തില്ല. കാരണം ഇതുപോലുള്ള ക്രൂരതയില്ലേ ഓരോ ആൾക്കാരുടെ. ആ പാവപ്പെട്ട നാടോടി സ്ത്രീകൾ വന്നിട്ട് അവരും ഏതാണ്ടൊക്കെ കരഞ്ഞു പറഞ്ഞുകൊണ്ടാണ് പോയത്. അവരും അവിടെ നിന്ന് എടുക്കാറേ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരിച്ചിരി ചോറ് തന്നെ അവരാവുന്നേ അവിടെ നിന്ന് കെഞ്ചി ഇച്ചിരി ചോറ് തരും. എന്തെങ്കിലും ഭക്ഷണ സാധനം ഇല്ലയോ ചോദിച്ചേ, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. കാരണം അവിടെ ആൾക്കാരെല്ലാം കഴിച്ച് കഴിഞ്ഞു. 1-2 പേരായിട്ടെങ്ങാനും വന്നെങ്കിലേ ഉള്ളൂ. ഒരു വലിയ ഉണ്ടാവും നിറയെ ചോറ് ഇരിപ്പുകേ ഉണ്ട്, എന്നിട്ട് പോലും തരാൻ വയ്യാതെ. പക്ഷേ ബാക്കി 2 ദിവസം വിളമ്പിയ വേറെ ആൾക്കാരൊക്കെ ആയിരുന്നു, ഇവിടെ അടുത്തുള്ള ഒരു ചേച്ചിയൊക്കെ ആയിരുന്നു. അവരെല്ലാം ഒരു കുഴപ്പമില്ല, ഇത്രയും മതിയോ എന്നായിരുന്നു എന്നോട് ചോദിക്കുന്നത്. ഈ സ്ത്രീ തരത്തില്ല പറ്റത്തില്ല തരാൻ, അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പോലെ. ഇത് നടക്കുന്ന ഒളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. ഇത്രയും പൂജയും ഇത്രയും കാര്യങ്ങളും നടത്തി ഇത്രയും പബ്ലിസിറ്റിയും നടത്തിയ ഒരു ക്ഷേത്രത്തിൽ അപ്പം എന്തൊക്കെയാണ് നടക്കുന്നത്? ആൾക്കാരോട് ഇത്ര ക്രൂരത വേണം? ഒരു വയ്യാത്ത കുഞ്ഞിന് ചോറ്, എന്നിട്ട് വീടുകളിൽ കൊണ്ട് ചോറ് കൊടുക്കുന്നു എന്ന് പറയുന്നു, അത് കൊടുക്കുന്നു. എൻ്റെ കുഞ്ഞിന് വീട്ടിൽ കൊണ്ട് പൂജയുടെ ദിവസം ചോറ് തരുന്നുണ്ട്, എനിക്കിനി വേണ്ട. അത് എന്തുവിന്? ആ സ്ത്രീ അവിടെ നിന്ന് ഇറക്കിയാലേ അമ്പലത്തിന് ഗതി പിടിക്കും, അമ്പലം നല്ലതാവത്തുള്ളൂ. ആ സ്ത്രീ ഇങ്ങനെ ഓരോരുത്തരോടും കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ഞാനത് പറഞ്ഞ സമയത്ത് പല ആൾക്കാരും അവിടെ നിന്ന് പറയുന്നുണ്ട്, എന്നെങ്കിൽ ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, എന്തോ ആൾക്കാരോടൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്. മനുഷ്യർ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നവർ ഒരു മനുഷ്യർ രണ്ടാമതൊന്ന് ചോറ് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ രണ്ടാമതൊരു ചോറ് ചോദിച്ചതിന് കൊടുത്താൽ തന്നെ അവർക്ക് തരാൻ ഇപ്പം കഴിച്ചില്ലയോ അങ്ങനെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തൊക്കെ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നറിയാമോ?